ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്ന ടീം മൂന്നാമത്തെ ടീമായ RCB ആണ്. ഈ IPL RCBയുടെ ടീം ഫുള്ള് പൊളിച്ചെഴുത്ത് കഴിഞ്ഞ് വന്നിരുന്ന ടീമാട്ടോ. അവരുടെ ബോളേഴ്സിനെ മാറ്റി, അതുപോലെ ബാറ്റ്സ്മാൻമാർ എല്ലാം നല്ല മെയിൻ ബാറ്റ്സ്മാരെല്ലാം ടീമിൽ നിന്ന് ഒഴിവാക്കി, കോഹ്ലിയെയും പട്ടിദാറിനെയും യശ് ദായലിനെയും മാത്രം നിലനിർത്തി ടീം സെറ്റാക്കി പുതിയ കളിക്കാരെല്ലാം ടീമിലേക്ക് എടുക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതൊരു കണക്കിന് നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യമാണത്. ഇത്രയും നാളായിട്ടും ഒരു IPL കിരീടം നേടാൻ പറ്റുന്നില്ല എന്നുള്ളത് കിങ്കോഹ്ലിയെ സംബന്ധിച്ച് അത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ്. പുള്ളിയുടെ മാനസികമായി എല്ലാം തകർത്ത് ക്യാപ്റ്റൻസി ഒഴിവായി. കഴിഞ്ഞ വർഷമൊക്കെ ഡ്യൂപ്ലസി ആയിരുന്നു. ഡ്യൂപ്ലസിയും കളിക്കും നന്നായിട്ട്, കോഹ്ലിയും കളിക്കും, എന്നാലും അവരുടെ ടീം ജയിക്കില്ല. അതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോളേഴ്സാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേട്ടോ. അവരെ ഒരു 200, 230 എല്ലാ കളികളിലും അടിച്ചാലും അവരുടെ ബോളേഴ്സ് റൺസ് ധാരാളം വാരിക്കോരി കൊടുക്കുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ IPL ഇച്ചിരി മാറ്റം ഉണ്ടായിരുന്നു. ഈ IPLിലേക്ക് വരുമ്പോൾ അവർക്ക് നല്ല ബോളേഴ്സിന് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ബോളർ ഭുവനേശ്വർ കുമാറാണ്. ഭുവനേശ്വർ കുമാർ T20 സൂപ്പർ ബോളറാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം ഇപ്പോഴും കളിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. നല്ല അടിപൊളി ബോളറാണ്. പുള്ളിക്കിട്ട് എക്കോണമി റേറ്റിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ട്. 5.6 അങ്ങാണ്ടോ ആകെ ഉള്ളവർ എക്കോണമി T20 എക്കോണമി എന്ന് പറഞ്ഞാൽ. സാധാരണ ബോളേഴ്സിനെല്ലാം T20 7, 8 എക്കോണമി, നല്ല ബോളർമാർക്ക് വരെ. പക്ഷേ പുള്ളീനെ അങ്ങനെ അടിക്കാൻ ആർക്കും അങ്ങനെ കിട്ടാറില്ല. ഓരോ ഓവറിലെങ്ങാനും വിരളമായിട്ട് അങ്ങനെ അടി കിട്ടിയാലേ പുള്ളിക്കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ബോളറാണ് ഭുവനേശ്വർ കുമാർ. അതുപോലെ ഹേസൽവുഡ് ഉണ്ട്, ലുങ്കി എങ്കീഡി ഉണ്ട് ടീമിൽ. പിന്നെ നുവാൻ തുഷാര ഉണ്ട്, ശ്രീലങ്കയുടെ നുവാൻ തുഷാര നല്ല അടിപൊളി ബോളറാണ്. അങ്ങനെ ഇപ്രാവശ്യം നല്ല ബോളേഴ്സിനെ എടുത്തേക്കണം. അതുപോലെ സ്പിൻ ഓൾറൗണ്ടറായിട്ട് ലിയാങ് ലീ വെസ്റ്റൺ, ഇന്ത്യൻ സ്പിന്നറായ കൃണാൽ പാണ്ഡ്യനെ എടുത്തിട്ടുണ്ട്. പിന്നെ മിസ്റ്ററി സ്പിന്നർ സുയാഷ് ശർമ്മയുണ്ട് ടീമിൽ. അങ്ങനെ നല്ലൊരു കോംബോയാണ് അവരുടെ. പിന്നെ വിക്കറ്റ് കീപ്പറായിട്ട് എടുത്തേക്കണം, നല്ല ബെസ്റ്റ് വിക്കറ്റ് കീപ്പറാണ് എടുത്തിരിക്കുന്നത് ജിതേഷ് ശർമ്മ. പഞ്ചാബിന് വേണ്ടി നന്നായിട്ട് പെർഫോമൻസ് ചെയ്യായിരുന്നു പുള്ളി ഇനിയിപ്പോൾ കോഹ്ലിയുടെ കീഴിലേക്ക് ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ പട്ടീദാർ നല്ല ബാറ്റ്സ്മാനാണ്. അങ്ങനെ നോക്കുമ്പോൾ ടീം അടിപൊളിയാണ്. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ജേക്കബ് ബദലുണ്ട്, ലിയാങ് ലീ വെസ്റ്റൺ ഉണ്ട് ടീമിൽ, ഫിൽ സാൾട്ട് ഉണ്ട്. ഇങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ഒരു മെയിൻ ബാറ്റ്സ്മാരെല്ലാം RCBയിലാണ് കളിക്കുന്നത്. അത് നമുക്ക് കളി തുടങ്ങിയ ഇവർ ഫോമിലാണെങ്കിൽ RCBക്ക് ഇപ്രാവശ്യം കപ്പ് പ്രതീക്ഷിക്കാം. ഇംഗ്ലണ്ട് ബാറ്റ്സ്മാരാണ് മെയിനായിട്ട് RCB കിടക്കുന്നത്. പിന്നെ ഓപ്പണിങ്ങിൽ കോഹ്ലിയും ഫിൽ സാൾട്ടും വന്ന ടീം സെറ്റാണ്. ഫിൽ സാൾട്ട് കൊൽക്കത്തയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം IPL നല്ല ടോപ്പ് ഗെയിം കളിച്ച് അവരെന്താണ് ഫിൽ സാൾട്ട് നിർത്താമെന്ന് വെച്ചാൽ അവരുടെ ടീമിൽ അത്രയും നല്ല കളിക്കാർ വേറെ കിടക്കും. റസലിനെ പോലെയുള്ള കളിക്കാരൊക്കെ ഇപ്പോൾ അവർ ഒഴിവാക്കൽ പാടായതുകൊണ്ടാണ് ഫിൽ സാൾട്ട് ലേലത്തിലേക്ക് വന്നത്. പിന്നെ കോഹ്ലി ഉണ്ട്, അതുപോലെ ദേവദത്ത് പടിക്കൽ ടീമിലുണ്ട്. ദേവദത്ത് പടിക്കൽ T20ക്ക് പറ്റുമോയെന്ന് ചോദിച്ചാൽ പുള്ളി, പക്ഷേ ഈ ടെസ്റ്റെല്ലാം പുള്ളി കളിക്കുമ്പോൾ നല്ല അറ്റാക്കിംഗ് ആയിട്ട് കളിക്കും. പക്ഷേ T20യിലേക്ക് വരുമ്പോൾ പുള്ളി അത്ര പോരാ. എന്നാലും പുള്ളിക്കും ഈ IPL എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. RCBക്ക് വേണ്ടി വിക്കറ്റ് പോകുന്ന സമയത്തേക്ക് പുള്ളിനെ ഒരു ഇമ്പാക്റ്റ് പ്ലെയറൊക്കെ ഇറക്കി കഴിഞ്ഞാൽ RCBക്ക് അത് ഗുണം ചെയ്യും. അതുപോലെ മിസ്റ്റർ സ്പിന്നറായ സുഷാ ശർമ്മയില്ലേ, പുള്ളിക്കാരനെയും ഇടയ്ക്കൊക്കെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ സെക്കൻഡ് ബോളിങ്ങിൻ്റെ സമയത്തേക്ക് ഇമ്പാക്റ്റ് പ്ലെയർ സ്പിൻ പിച്ചുകളിലേക്ക് ഉപയോഗിക്കാം. ചെന്നൈ പിച്ചുകളിലേക്ക് പുള്ളിക്ക് നല്ല അടിപൊളിയായിരിക്കും കളിക്കുമ്പോൾ. അതുപോലെ വിരാട് കോഹ്ലി തന്നെയാണ് അവരുടെ മെയിൻ ഇത്. പട്ടീദാറും വിരാട് കോഹ്ലിയും കളിക്കുന്ന സ്കോർ എങ്ങനെ അടിക്കുന്നു അതുപോലെ ഇരിക്കും അവരുടെ സ്കോർ പോകുന്നത്. പിന്നെ കോഹ്ലി എല്ലാ IPLിലും ഫോമാട്ടോ. മിനിമം 500 പുള്ളിക്ക് എല്ലാ IPLിലും തന്നെ ഉണ്ട്. അതിൽ കുറവൊന്നും വിരളമായിട്ടേ ഉള്ളൂ. 400, 500, 500 തന്നെ എബോവ് ആണ് എല്ലാ IPLിലും പുള്ളി കളിക്കുന്നത്. ഒരു IPL കണ്ട് 700, 800 ഒരു IPL എടുത്ത് IPL പോലും കിരീടം ചൂടാൻ പറ്റാത്ത ടീമാണ് RCB. ഈ വർഷം IPLിൽ അവർക്ക് സാധ്യതയുണ്ട്. പിന്നെ അവർ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അവരുടെ ബാറ്റിംഗ് നിര ഇംഗ്ലണ്ട് ബാറ്റ്സ്മാരാണ്. അവരുടെ ഫോം പോലെ ഇരിക്കും. കഴിഞ്ഞ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്ന പര്യടനം നടത്തിയ സമയത്ത് ഇവരാരും ഫോമല്ലായിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. ലിവിങ്സ്റ്റണോ ജേക്കബ് ബേത്തലോ ഫിൽ സാൾട്ടൊന്നും തീരെ ഫോമല്ലായിരുന്നു T20യിലൊന്നും. അതുപോലെ തന്നെ വരുമോയെന്ന് അറിയില്ല. ഇപ്പോൾ ഈ IPL അവരങ്ങനെ ആയിക്കഴിഞ്ഞാൽ RCBനെ അത് കാര്യമായി ബാധിക്കും. പിന്നെ ബോളേഴ്സേ ഉള്ളൂ. ബോളേഴ്സിനാണെങ്കിൽ മിനിമം IPLിലേക്ക് 200 ഇല്ലെങ്കിൽ പിടിച്ചു നിർത്തുക, ബോളർമാർക്ക് ഏത് ബാറ്റ്സ്മാർ പിടിച്ചു നിർത്തുക എന്നുള്ള നടപടിയുള്ള കേസല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് സാധ്യത 11 നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണേ. പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്താലാണ് ഈ ചെറിയൊരു ചാനൽ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ. ഇനി നമുക്ക് IPL വന്നു കഴിയുമ്പോൾ എന്നും വീഡിയോസ് ഇടാം. പിന്നെ എല്ലാവരിലേക്കും എത്തുകയും ചെയ്യും. ഓരോ ടീമിൻ്റെ അനാലിസിസും ഓരോ കളി കഴിയുമ്പോഴും പവർ റാങ്കിങ്ങും എല്ലാം ഉണ്ടായിരിക്കും. സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന കാര്യം മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിപ്പോൾ RCBയുടെ ഒരു സാധ്യത 11 നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഇമ്പാക്റ്റ് പ്ലെയറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഈ ദേവത്ത് പടിക്കലിൻ്റെ കാര്യമാണ് സംശയം. പുള്ളി ടീമിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു വിദേശ പ്ലെയർ മാറി നിൽക്കേണ്ടി വരും. എന്നുവെച്ചാൽ ബാറ്റ്സ്മാർ ഓൾറൗണ്ടർ എല്ലാം വേണമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ദേവത്ത് പടിക്കലിന് ഇമ്പാക്റ്റ് പ്ലെയറായിട്ടാണ് ഉപയോഗിക്കാൻ സാധ്യത കാണുന്നത്. നമുക്ക് സാധ്യത 11 ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം.
ഇനി നമുക്ക് RCBയുടെ സാധ്യത ലെവൽ പരിശോധിച്ചാൽ ഓപ്പണിങ്ങിൽ വരുന്നത് വിരാട് കോഹ്ലിയും ഫിൽ സാൾട്ടുമാണ്. 1 ഡൗൺ പൊസിഷനിൽ വരുന്നത് രജത് പട്ടീദാറാണ്. നെക്സ്റ്റ് പൊസിഷനിൽ വരുന്നത് ജേക്കബ് ബദൽ, ലിയാൻ ലിവിങ്സ്റ്റൺ, ജിതേഷ് ശർമ്മയ്ക്ക് ശേഷം ഓൾറൗണ്ടർ കൃണാൽ പാണ്ഡ്യയ്ക്ക് ശേഷം യശ് ദായൽ, നുവാൻ തുഷാര, ഭുവനേശ്വർ കുമാർ, സുശാന്ത് ശർമ്മ. പിന്നെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ദേവദത്ത് പടിക്കൽ, ഹേസൽവുഡ്, ഇങ്ങനെ പല പ്ലെയേഴ്സും ഉണ്ട്. സാധ്യത എല്ലാം നോക്കിയാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.